റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മജ്ലിസ് ആരംഭിച്ചത് മുതൽ ഈ സമയം വരെ ഓതിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആനുകൾ അല്ലാഹുവേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹ് ചൊല്ലിയത്, അവിടുത്തെ മദ്ഹ് പറഞ്ഞത് അല്ലാഹുവേ ഞങ്ങൾ കേട്ടത്, അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ള സമയങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ഈ മജ്ലിസിനെ സബബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കുമുള്ള ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളിവിടെ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാനായ ശൈഖുൽ ജാമിഉ ശൈഖുനാ അലി കുട്ടി ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. വളരെ വിനയത്തോടുകൂടെ ജീവിച്ച മഹാനായ ശൈഖുനക്ക് അല്ലാഹുവേ നീ ഖബറിൽ എല്ലാ സുഖങ്ങളും നൽകണേ അല്ലാഹ്. വിശാലമായ ഖബറാക്കണം അല്ലാഹ്, ഇരുട്ടില്ലാത്ത ഖബറാക്കണം അല്ലാഹ്. ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അവർക്ക് നീ അല്ലാഹുവേ അവരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ മാഫ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രസ്ഥാനത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി മഹാനവറുകൾ നിർവഹിച്ച എല്ലാ ഖിദ്മത്തുകളും നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ ഖിദ്മത്തുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അതിന്റെ എല്ലാ ഗുണങ്ങളും ഖബറിൽ വെച്ച് അനുഭവിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണേ അല്ലാഹ്. മഹാനവറുകളുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവർ ഈ സമൂഹത്തിന്, സമുദായത്തിന്, സമസ്തക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഖിദ്മത്തിന്റെ ഹക്ക് കൊണ്ട് അവരുടെ എല്ലാ ദറജകളും നീ ഉയർത്തണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇന്നിവിടെ പ്രത്യേകം അനുസ്മരിക്കുന്ന മഹാനായ ഞങ്ങളുടെ പിതാവ് മഹാനവറുകളുടെ ദറജ ഉയർത്തണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണം അല്ലാഹ്, വെളിച്ചമുള്ള ഖബറാക്കണം അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൽ നിന്ന് ഓതിയത് ചൊല്ലിയതിന്റെ ഗുണങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും മരണപ്പെട്ടു പോയ ഉമ്മമാരുപ്പമാര്, ഞങ്ങളുടെ വല്യുമ്മമാര്, വല്യപ്പമാര്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ നിന്ന്, ഞങ്ങളെ സ്നേഹിച്ചവരിൽ നിന്ന്, ഞങ്ങളെ സഹായിച്ചവരിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വന്യരായ പിതാക്കന്മാർ അല്ലാഹുവേ, അവരിലേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പരമ്പരയിലെ എല്ലാ മശായിഖന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. അവരുടെ മദദ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഈ മജ്ലിസിന് വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും നീ ഖൈറ് നൽകണം റബ്ബേ. അല്ലാഹുവിടെ നടന്ന ആണ്ട് പരിപാടിയിലേക്ക് അരി തന്നവരുണ്ട്, ഇറച്ചി തന്നവരുണ്ട്, വിവിധങ്ങളായ ഭക്ഷണങ്ങളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ തന്ന് സാമ്പത്തികമായും ശാരീരികമായും ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, ഈ പരിപാടിയിൽ പങ്കെടുത്ത ധാരാളം സഹോദരന്മാരുണ്ട്, സഹോദരികളുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകുക അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാഹ്. റാഹത്ത് നൽകണം അല്ലാഹ്. സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. രണ്ട് മഹാന്മാരെ അനുസ്മരിച്ച വേദിയല്ലേ അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുള്ള സദസ്സല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹ് ചൊല്ലിയ, ദിക്റുകൾ ചൊല്ലിയ മഹാന്മാരെ സ്മരിച്ച പുണ്യമായ മജ്ലിസിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഞങ്ങളുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച, സഹായിച്ച എല്ലാവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും നീ നീക്കണേ അല്ലാഹ്. സഹകരിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ ഈ പ്രാർത്ഥനയില്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ. അവർ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ് റബ്ബേ. ഒരുപാട് ആലിമീങ്ങളെ, സാദാത്യങ്ങൾ ഈ മജ്ലിസിൽ ദുആ ചെയ്തല്ല റബ്ബേ. അവരൊക്കെ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളെ നീ ഖബൂലാക്കണം അല്ലാഹ്.
റഹ്മാനായ റബ്ബേ, മഹാനായ ശൈഖുൽ ജാമിയുടെ മദദ് ഞങ്ങൾക്ക് നൽകണം അല്ലാ. അവിടുത്തെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസ് ഖബൂലാക്കണം അല്ലാ. അല്ലാഹുവേ, അവർക്ക് പകരമായി നല്ലൊരു നേതൃത്വം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇസ്സത്തുണ്ടാകുന്ന നേതൃത്വം നീ നൽകണം അല്ലാ. റഹ്മാനായ റബ്ബേ, സമസ്തയെ നീ അജയ്യമാക്കണേ അല്ലാ. സമസ്തയെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഇഖ്ലാസുള്ള സമസ്തയുടെ ഖാദിമീങ്ങളാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ സമസ്തയുടെ സ്ഥാപനങ്ങൾ അല്ലാഹുവേ, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മദ്രസ മുതൽ എല്ലാ സ്ഥാപനങ്ങളും നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ ഈ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി സഹായിച്ചവര്, സഹകരിക്കുന്നവര് അല്ലാഹുവേ, വരിസംഖ്യ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകി റബ്ബേ. അതിൽ നാട്ടിലുള്ളവരുണ്ട്, വിദേശത്തുള്ളവരുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ട്, സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. വന്ധ്യരായ പിതാവിന്റെ ആണ്ടിന്റെ പരിപാടി പറഞ്ഞപ്പോൾ അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചവരുണ്ട്. അല്ലാ, അതിൽ രോഗികളുണ്ട്, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഗർഭിണികളുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ മക്കളുടെ കാര്യത്തിൽ സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാ. വന്ധ്യരായ പിതാവിനെ സ്നേഹിച്ചുകൊണ്ടല്ലേ അവരൊക്കെ അല്ലാഹുവേ മജ്‌ലിസിലേക്ക് എത്തിയത്. എത്രയോ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഈ മജ്‌ലിസിൽ നിന്ന് ഉച്ച മുതൽ അല്ലാഹുവേ ഇവിടെ വന്ന് ഇവിടെ വൈകുന്നേരം വരെ മഗ്‌രിബിനെ നിറഞ്ഞ് കവിഞ്ഞ പ്രൗഢമായ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര്, മുത്തഅല്ലിമീങ്ങള്, അലിമീങ്ങള്, സാദാതീങ്ങള്, സ്വാലിഹീങ്ങള്, മഗ്‌രിബിന് ശേഷം മഹാനായ ശൈഖുൽ ജാമിയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാര്, സഹോദരിമാര് അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് നൽകണം റബ്ബേ. മഹാന്മാരെ അനുസ്മരിച്ചാൽ ദോഷം പൊറുക്കുമെന്നല്ലേ, ആ ദോഷം പൊറുക്കുന്ന മജ്‌ലിസ് ഞങ്ങളുടെ മജ്‌ലിസിനെ പെടുത്തണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ, ദീനി സ്നേഹിയായ ഒരു സഹോദരൻ, ഞങ്ങളുടെ ഇസ്ലാം ദീനിനെ സ്നേഹിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളോടൊക്കെ വലിയ മഹബത്തുള്ള ഒരു സഹോദരൻ 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, അവരെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. അവരെ സമ്പത്തിനും കച്ചവടത്തിനും നീ ബർക്കത്ത് നൽകണം അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 ലക്ഷം, 1 ലക്ഷം, 50,000, 25,000 ഉൾപ്പെടെയുള്ള സംഭാവനകളൊക്കെ ഞങ്ങളോട് പറഞ്ഞവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഇസ്സത്തിലാക്കണം അല്ലാ. ഞങ്ങളുടെ ഈ മദ്രസയിൽ ജോലി ചെയ്യുന്നതിൽ മരണപ്പെട്ടു പോയ ഇസ്ഹാഖ് ഫൈദിക്ക് നീ സ്വർഗം നൽകണം റബ്ബേ. ഈ പരിശുദ്ധമായ ആണ്ടിനും സ്വലാത്ത് മജ്‌ലിസിനും സ്വലാത്തിന്റെ വാർഷികത്തിനുമൊക്കെ അല്ലാഹുവേ, വർഷങ്ങളായി പങ്കെടുത്തിരുന്ന പല ആളുകളും ഇന്ന് മരണപ്പെട്ടവരാണ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റബ്ബേ. അവരെ സാന്നിധ്യം ഈ സദസ്സിലില്ലെങ്കിലോ അവർക്ക് ഈ സദസ്സിന്റെ ഗുണങ്ങൾ എത്തിക്കണം അല്ലാ. അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പലരും അല്ലാഹുവേ, രോഗികളായി വീട്ടിൽ വിശ്രമിക്കുന്നവരുണ്ട്. അവർക്ക് നീ ശിഫ നൽകണം അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. ആരോഗ്യം നൽകണം അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണം അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് ദീർഘായുസ്സ്, ആഫിയത്ത് നൽകണം അല്ലാ. ആരോഗ്യം നൽകണം അല്ലാ. ആയുരാരോഗ്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹുവേ, ഈ സദസ്സിന്റെ എല്ലാ സന്തോഷങ്ങളും എത്തിക്കണം അല്ലാ. ഞങ്ങളുടെ ഒരു ചെറിയ പുണ്യമോൾ ഉൾപ്പെടെയുള്ളവരാ ഖബറിനുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ എല്ലാ റാഹത്തും നൽകണം റബ്ബേ. ഒരുപാട് വിഷമങ്ങൾ കരുതി ഇതിലേക്ക് അരി നേർച്ചയാക്കിയവർ 500, 1000, 2000, 10,000 ഒക്കെ നേർച്ചയാക്കിയിട്ട് ദുആ ചെയ്യണമെന്ന് കണ്ണുനീരോട് വിറക്കുന്ന ചുണ്ടുകളോട് അല്ലാഹുവേ ഞങ്ങളോട് പ്രയാസപ്പെട്ട് പറഞ്ഞവരുണ്ട്. അവരെ മനസ്സറിയുന്ന, ഉദ്ദേശമറിയുന്ന റബ്ബേ,
അവർക്ക് നീ ഖൈറും ബർക്കത്തും റാഹത്തും നൽകണം അല്ലാ. ലോകത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികൾക്ക് നീ ബർക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. ദർസിലും അറബിക് കോളേജിലും ഹിഫ്ദ് കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ നല്ല ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കി നീ ഉയർത്തണേ അല്ലാ. ഭൗതിക രംഗത്ത് പഠിക്കുന്ന മക്കളുണ്ട്, ദീനുള്ള മക്കളാക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്തുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്ക റബ്ബേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഈമാനോടുകൂടെ സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റാഹത്തോടുകൂടെ ഞങ്ങളെ മരിപ്പിക്കുക അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. ഒരുപാട് ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ വന്ന മഹാനായ ബഹ്റൈൻ ഫഖ്റുദ്ദീൻ തങ്ങൾ, അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കല്ല, ആഫിയത്ത് നൽകല്ല, ആരോഗ്യം നൽകല്ല. അവര് വന്ന സേവനത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അവര് വന്ന ഞങ്ങളുടെ പരിപാടിക്ക് വന്ന് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് പകരം എല്ലാ ഖൈറുകളും അവർക്ക് നീ നൽകണം അല്ലാ. നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ബാംഗ്ലൂരിൽ നിന്ന് വരെ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരും സ്നേഹിതന്മാരുമായ ആളുകൾ അല്ലാഹുവേ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ഈ പരിപാടിയിൽ വന്ന് ഒരുപാട് സമയം പങ്കെടുത്തവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ഈ വണ്ടിയിൽ നിന്ന് വന്യരായ പിതാവിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി വലിയൊരു സഹായം ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും നൽകുക അല്ലാ. ഞങ്ങളെ സ്വീകരിക്കുക അല്ലാ. സ്വർഗത്തിന്റെ ഹിലകാരിൽ പെടുത്തല്ലാ. അല്ലാഹുവേ മഹാനായ ശൈഖുൽ ജാമിയോടുകൂടെ ഞങ്ങളുടെ മഹാന്മാരായ മരണപ്പെട്ട ആലിമീങ്ങൾ സാദാത്യങ്ങളോടുകൂടെ മശായിഖന്മാരോടുകൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണം റബ്ബേ. സ്വർഗം നൽകണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ മണിക്കൂറുകളായി പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരും മുഹിബ്ബീങ്ങളും അല്ലാഹുവേ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണം അല്ലാ. ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ സഹോദര സഹോദരികൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവർക്ക് നീ റാഹത്ത് നൽകണം അല്ലാ. സ്വീകരിക്ക റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين. صلى الله عليه وسلم.